ജയൻ രവിയുടെയും ഭാര്യ ആർത്തിയുടെയും വിവാഹവാർഷിക ദിനമായ ജൂൺ 4-ന് കുടുംബത്തിനൊപ്പം നടൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 14 വർഷമായി ജയൻ രവി വിവാഹവാർഷിക ദിനത്തിൽ ചിത്രീകരണം നിർത്തിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ എത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ തവണ അതുണ്ടായില്ല. ഗോവയിൽ അവധി ആഘോഷിക്കാൻ ജയൻ രവി പോയത് ആർത്തി കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നാണ് വിവരം. ഗോവ യാത്രയ്ക്ക് ജയൻ രവി ഉപയോഗിച്ചത് ആർത്തിയുടെ പേരിൽ വാങ്ങിയ കാറാണ്. നിരോധിച്ച സൺ ഫിൽട്ടർ പേപ്പർ ഒട്ടിച്ചതിനാൽ പോലീസുകാരന് പിഴ ചുമത്തുകയും ചെയ്തു. വാഹനം ആർജിയുടെ പേരിലായിരുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ സന്ദേശം ചെന്നത് ആർജിയുടെ ഫോണിലേക്കാണ്. അപ്പോഴാണ് കെനീഷയെക്കുറിച്ച് ആർജി അറിയുന്നത്. ആർജിയുടെ കാർ അമിതവേഗതയിൽ കെനീഷയാണ് ഓടിച്ചതെന്നും മനസ്സിലാക്കി. ഇതോടെ പ്രശ്നങ്ങൾ രൂപപ്പെട്ടുവെന്നാണ് അടക്കം പറച്ചിൽ. അതേസമയം ജയൻ രവിയുടെ വിവാഹമോചന പ്രഖ്യാപനം പലരെയും ഞെട്ടിച്ചു. തനിക്കും ആർത്തിക്കും ഈ തീരുമാനം വേദനാജനകമായിരുന്നെങ്കിലും ഏറെ ആലോചിച്ച ശേഷമാണ് പിരിയാൻ തീരുമാനിച്ചെന്നും എന്നായിരുന്നു ജയൻ രവി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. എന്നാൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയൻ രവി വേർപിരിയെ പ്രഖ്യാപിച്ചതെന്ന് ആരോപിച്ച് ആർത്തി രംഗത്തെത്തുകയും ചെയ്തു. ജയൻ രവി ആർത്തി വിവാഹമോചനം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോളിവുഡിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. കോടിശ്ശിയായ ആർത്തി നിർമ്മാതാവ് സുജാത വിജയകുമാറിന്റെ മകളാണ്. 2 ആൺകുട്ടികളുടെ പിതാവായ നടൻ ഭാര്യയെ അറിയിക്കാതെയാണ് സോഷ്യൽ മീഡിയ വഴി വിവാഹമോചനം പ്രഖ്യാപിച്ചത്. തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ജയൻ രവിയുമായി തുറന്ന സംഭാഷണം നടത്താൻ താൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ആ ശ്രമങ്ങൾ പാഴായി. ജയൻ രവിയുടെ പെട്ടെന്നുള്ള ഈ പ്രഖ്യാപനം എന്നെ ഞെട്ടിച്ചു. 18 വർഷത്തെ വിവാഹ ജീവിതത്തിൽ ഇത്തരമൊരു സുപ്രധാന തീരുമാനം എടുക്കുമ്പോൾ അത് പരസ്പര ബഹുമാനത്തോടെയും സ്വകാര്യതയോടെയും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നുവെന്നാണ് ആർത്തി ജയൻ രവിയുടെ പത്രക്കുറിപ്പ് വൈറലായതിനു പിന്നാലെ ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. ചെന്നൈ കുടുംബ കോടതി വിവാഹമോചന ഹർജിയും ജയൻ രവി നൽകിയിട്ടുണ്ട്. തികച്ചും ഏകപക്ഷീയമായ തീരുമാനമെടുത്തതിന്റെ പേരിൽ ജയൻ രവിയെ ആരാധകരും സിനിമാ പ്രേമികളും വിമർശിച്ചു. ജയൻ രവി ആർത്തി വിവാഹമോചനം ചർച്ചയാകുന്ന സാഹചര്യത്തിൽ നടനുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഗായിക കെനീഷയുമായി ജയൻ രവിക്ക് ബന്ധമുണ്ടെന്നുള്ള തരത്തിൽ നിരവധി റിപ്പോർട്ടുകളാണ് വരുന്നത്. ജയൻ രവി അടുത്ത കാലത്തായി ഗോവയിൽ അടിക്കടി അവധിക്കാലം ചെലവഴിക്കാൻ പോകാറുണ്ടത്രേ. ജയൻ രവിയുടെ ആർജിയുടെ വിവാഹ വാർഷിക ദിനമായ ജൂൺ 4-ന് ആർജിക്കും കുടുംബത്തിനും ഒപ്പം നടൻ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 14 വർഷമായി ജയൻ രവി വിവാഹ വാർഷിക ദിനത്തിൽ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാൻ എത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ തവണ അതുണ്ടായില്ല. ഗോവയിലേക്ക് അവധി ആഘോഷിക്കാൻ നടൻ പോയത് ആർത്തി കണ്ടെത്തിയതും പ്രശ്നങ്ങൾക്ക് കാരണമായി. ജയൻ രവി ഗോവ യാത്രയ്ക്ക് ഉപയോഗിച്ചത് ആർത്തിയുടെ പേര് വാങ്ങിയ കാറാണ്. നിരോധിച്ച സൺ ഫിൽട്ടർ പേപ്പർ ഒട്ടിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ നടൻ വാഹനം ഉപയോഗിച്ചപ്പോൾ പോലീസ് അത് പിടികൂടി. കാറിന് പിഴ ചുമത്തി. വാഹനം ആർജിയുടെ പേരിലായിരുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ സന്ദേശം ചെന്നത് ആർജിയുടെ ഫോണിലേക്കാണ്. അങ്ങനെയാണ് രവിയുടെ ഗോവൻ യാത്രയെക്കുറിച്ച് ആർത്തി അറിയുന്നതും ചോദ്യം ചെയ്യുന്നത്. എന്നാൽ കൃത്യമായ മറുപടി ഭർത്താവെന്ന് ലഭിക്കാതെ വന്നതോടെ ആർത്തി നടന്റെ പരിചയക്കാർക്കിടെ അന്വേഷണം നടത്തി. അപ്പോഴാണ് ഗായികയായ കെനീഷയുടെ പേര് ആർജിയുടെ ചെവിയിൽ എത്തിയത്. കെനീഷ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നത്. തനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്നാണ് ചോദ്യം ചെയ്തപ്പോൾ ജയൻ രവി ഭാര്യയ്ക്ക് നൽകിയ മറുപടി അത്രേ. ഈ പ്രശ്നം രവിക്കും ആർത്തിക്കും ഇടയിൽ നിലനിൽക്കവേ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. ആർജിയുടെ കാർ അമിത വേഗതയിൽ കെനീഷയാണ് ഓടിച്ചതെന്നും ആർത്തി മനസ്സിലാക്കി. ഇതോടെയാണ് അത്ര രവി ആർത്തി ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഗോവയിൽ വരുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള ഹോട്ടലിൽ അടുത്തിടെയായി രവി താമസിക്കാറില്ലെന്നും ആർത്തി കണ്ടെത്തിയെന്നും റിപ്പോർട്ടുണ്ട്. മാത്രമല്ല ഗോവയിൽ ജയൻ രവി ആഡംബര ബംഗ്ലാവ് വാങ്ങിയതായും തമിഴ് സിനിമ മാധ്യമങ്ങളിൽ വന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ആർത്തിയുടെ അമ്മ സുജാതയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ജയൻ രവിയുടെ വിവാഹമോചന പ്രഖ്യാപനത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോഴും മാരിഡ് ടു ജയൻ രവി എന്ന ഇൻസ്റ്റഗ്രാം ബയോ ആർത്തി മാറ്റിയിട്ടില്ല. ജയൻ രവിയുടെ ഇൻസ്റ്റഗ്രാമിൽ ആർത്തിക്കും മക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളുണ്ട്.